ഞാനൊന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ പി എസ് പ്രശാന്തിലേക്ക് ഒന്ന് പോവുകയാണ്. ഗുഡ് ഈവനിംഗ് ശ്രീ പി എസ് പ്രശാന്ത്. ശബരിമലയിൽ ഒരു VIP ദർശനം നടൻ ദിലീപിന് കൊടുത്തതിനെയാണ് ഇന്നിപ്പോൾ ഹൈക്കോടതി ചോദ്യം ചെയ്തിരിക്കുന്നത്. കോടതി ചോദിക്കുന്നത് ഇത് സ്പെഷ്യൽ സെക്യൂരിറ്റി സോണല്ലേ, അവിടെ എങ്ങനെയാണ് ഈ ഒരു മുൻ ഉത്തരവുകൾക്ക് വിരുദ്ധമായി ഒരു VIP ദർശനം സംഭവിക്കുക എന്നതാണ്. എന്താണ് മറുപടി? ദേവസ്വം ബോർഡ് അറിഞ്ഞിരുന്നോ ഇത്? അവിടെ VIP ദർശനം എന്നുള്ളൊരു സംവിധാനം ഇല്ല. മാത്രമല്ല, ഞങ്ങളും പോലീസും ദേവസ്വം ബോർഡും പോലീസും തമ്മിൽ തന്നെ ഒരു ധാരണയായി ഈ വർഷം മുതൽ ഭക്തർ ഇങ്ങനെ തൊഴുത് വരുന്ന മാത്രയിൽ തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കയറി പോകുന്ന ഒരു സംവിധാനം പലപ്പോഴും അവിടെ സംഭവിച്ചിരുന്നു. പക്ഷെ അത് പാടില്ല, തുറക്കാൻ പോകുന്ന ഞങ്ങൾ ശഠിച്ചിരുന്നു. അത് തന്നെ വളരെ സ്മൂത്തായി കാര്യങ്ങൾ പോവുകയായിരുന്നു. ഇത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഞങ്ങൾ പരിശോധിച്ചിട്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കുറ്റക്കാർക്കായിട്ടുള്ള ജീവനക്കാർക്കെതിരെ കൃത്യമായ നടപടി ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ ദേവസ്വം വിജിലൻസ് SP അന്വേഷിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഇപ്പോൾ CCTV ദൃശ്യങ്ങളെക്കാളും ക്ലാരിറ്റിയിൽ ആ ഹരിവരാസന വേളയിൽ എവിടെ നിന്നാണ് ദിലീപ് കടന്നു വന്നത് എന്നുള്ളത് താങ്കൾക്ക് ഇപ്പോൾ റിപ്പോർട്ടർ കാണാമെങ്കിൽ ആ ദൃശ്യങ്ങൾ ഞങ്ങൾ സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. അത് വീണ്ടും സ്ക്രീനിൽ കാണിക്കാം. ദിലീപ് കടന്നു വരുന്നത് സാധാരണഗതിയിൽ ഞാൻ യാത്രയിലാണ്. ഞാൻ യാത്രയിലായതുകൊണ്ട് തന്നെ എനിക്കത് കാണാൻ പറ്റുന്നില്ല. ഞാൻ പറയാം. അതായത് എതിർദിശയിൽ നിന്നാണ് താങ്കൾക്ക് അറിയാമല്ലോ, അവിടെ എക്സിക്യൂട്ടീവ് ഓഫീസറുടെയും തന്ത്രിയുടെയും ഒക്കെ മുറികൾ വരുന്ന ഭാഗമുണ്ടല്ലോ, അവിടെ നിന്നാണ് ദിലീപ് വരുന്നതായിട്ട് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലായത്. തെറ്റാണെങ്കിൽ തിരുത്താം. ഭക്തർ വരുന്ന വരി നിന്ന് വന്ന് തൊഴുത് പോകുന്ന വഴിയിലല്ല, അവർ പോകുന്ന വഴിക്ക് എതിരെയാണ് ദിലീപ് കടന്നു വരുന്നത്. അതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ഒരു കാരണവശാലും അങ്ങനെ പാടില്ല എന്ന് കൃത്യമായ ഡയറക്ഷൻ തുടക്കം മുതലേ ഉണ്ട്. അത് ആരെങ്കിലും ലംഘിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ആരാണെന്ന് കണ്ടെത്തി അവർക്കെതിരെ കൃത്യമായ നടപടി ഉണ്ടാവും. അവിടെ പോലീസുകാരും കൃത്യമായി കടന്നു വരാനായിട്ട് അവിടെ നിൽക്കുന്നതിന് ഒക്കെ സൗകര്യമൊരുക്കി കൊടുക്കുകയാണ്. ദൃശ്യങ്ങളിൽ അങ്ങനെയാണ് കണ്ടത്, കോടതിയും അങ്ങനെയാണ് കണ്ടിരിക്കുന്നത് എന്നതാണ് കോടതിയുടെ വിമർശനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഉണ്ടെങ്കിൽ കൃത്യമായ നടപടി ഉണ്ടാവും. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. വളരെ നന്ദി ശ്രീ PS പ്രശാന്ത് പ്രതികരിച്ചതിന്.